സാറേ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഹൈന്ദവരായ വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ശിനാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ക്ഷേത്രത്തെക്കുറിച്ചൊരു വാർത്ത വന്നു. ഇവിടെ പണിയെടുക്കുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളാണെന്നാണ്. അതുമായി ബന്ധപ്പെട്ട വേറെ വാർത്തയാണ്, പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടിക്കുന്നൊരു കാര്യമല്ലേ? അത് ശരിയാണ്. സിനിജി പറഞ്ഞത് വളരെ ശരിയാണ്. അതെവിടെയാണെന്ന് വെച്ചാൽ ശനീശ്വര ക്ഷേത്രമാണ്. ശനീശ്വര ക്ഷേത്രങ്ങൾ തന്നെ താരതമ്യേന വളരെ കുറവാണ്. ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ വരുന്നതാണ്. മഹാരാഷ്ട്രയിലാണ് അഹമ്മദ് നഗറിൽ. മഹാരാഷ്ട്ര അഹമ്മദ് നഗറിൽ നെവേസ താലൂക്കിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അമാവാസി ദിവസമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ശനിയാഴ്ചയും. അമാവാസിയും ശനിയാഴ്ചയും ഒത്തുവരുന്ന സന്ദർഭങ്ങളാണെന്നുണ്ടെങ്കിൽ ഭക്തജന തിരക്കെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ പേമാരി പെയ്തുകൊണ്ടിരുന്നു. പേമാരി ചെയ്ത സമയത്ത് ഈ വിഗ്രഹം പൊങ്ങി വന്നു. സ്വയംഭൂ എന്ന് പറഞ്ഞ വിഗ്രഹം അവിടെ ഉണ്ടാക്കിയെന്നല്ല, പണ്ടെങ്ങയോ ഉണ്ടാക്കിയിട്ട് ഉയർന്നു വരികയാണ്. അല്ല, അവിടെ പോയി നശിച്ചു പോയി, അല്ലെങ്കിൽ ഭൂമിയിൽ ആണ്ട് പോയതിന് ശേഷം വേറൊരു സന്ദർഭത്തിൽ ഇത് പൊങ്ങി വന്നതാണ്. ഇത് കാണുന്നത് ആട്ടിടയന്മാരാണ്. 5.5 അടി പൊക്കത്തിലുള്ള അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹമാണ്. ഈ ക്ഷേത്രത്തിന് വേറെയും പ്രത്യേകതകളുണ്ട്. ഒന്ന്, ശ്രീകോവിലില്ല, നാലമ്പലമില്ല, നടപ്പന്തലില്ല, മറ്റേ എന്താണ് അതിൻ്റെ ശ്രീകോവിലില്ല, നാലമ്പലമില്ല, നടപ്പന്തലൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമാണ്. വെറുതെ ഇങ്ങനെ ഓപ്പൺ എയറിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെയാണ് ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ ഒത്തുകൂടുന്നത്. ആ ക്ഷേത്രത്തിൽ 1963 നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുന്നതും ക്ഷേത്ര ഭരണത്തിലേക്ക് വരുന്നതും ഒക്കെ. അതിനു മുമ്പ് കിട്ടിയവൻ അത് പങ്കുവച്ചെടുക്കുകയായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകതയുള്ള ഈ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും കണ്ടെത്താനുള്ള നിയോഗം ആട്ടിടയന്മാർക്കും പുല്ല് എത്തുന്നവർക്കൊക്കെയാണ് നമ്മുടെ പണ്ടും ഇന്നും ഒക്കെ ഉള്ളത്. നമ്മുടെ ഇതുമായിട്ട് അങ്ങനെയുണ്ടല്ലോ, ചോറ്റാനിക്കര ദേവി ക്ഷേത്രവുമായിട്ട് അങ്ങനെയുണ്ട്. കാരണം പുല്ല് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോര വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും കേട്ടുകേൾവികളും കഥകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആട്ടിടയന്മാർ, പിന്നെ കടലോരത്താണെങ്കിൽ മീൻപിടുത്തക്കാർ, ഇവർക്കൊക്കെയാണ് ഈ വിഗ്രഹം കണ്ടെത്താനുള്ള നിയോഗം കൊടുത്തിട്ടുള്ളവർ. അവർ കണ്ടെത്തും. അത് കഴിഞ്ഞാൽ വലിയ ക്ഷേത്രം വരും. ക്ഷേത്രം വന്നു കഴിയുമ്പോഴേക്ക് കണ്ടെത്തിയവർക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടായില്ല എന്നുള്ളതും വേറൊരു വസ്തുതയാണ്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. വലിയൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2400 ജീവനക്കാരുണ്ട്. ഈ ട്രസ്റ്റിൽ സ്വാഭാവികമായിട്ട് ആര് കടന്നുകൂടിയിട്ടുണ്ടാകും? രാഷ്ട്രീയക്കാർ ട്രസ്റ്റിൽ കടന്നുകൂടും. അതിൽ പറയേണ്ട കാരണം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്ന വിദ്യ അറിയാവുന്നത് രാഷ്ട്രീയക്കാരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ മത്സരിക്കുകയും അവർ ജയിക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരായ രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് 140 പേരാ മുസ്ലിങ്ങളെ അവിടെ ജീവനക്കാരായി ഈ ക്ഷേത്രത്തിൽ നിയമിച്ചത്. അതൊരു ശരിയായ നടപടി അല്ല. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സമരം തുടങ്ങും എന്ന് ഒരു ഹൈന്ദവ സംഘടന പ്രഖ്യാപിച്ചു. അതിൻ്റെ പേര് സകൽ ഹിന്ദു സമാജ് എന്ന് പറയുന്ന ഒരു സംഘടന. ആ സകൽ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ഹിന്ദുക്കളും കൂടി ഒരുമിച്ച് ചേർന്നുള്ള ഒരു സംഘടന. ഇത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് 2 രീതിയിൽ തെറ്റാണെന്നാണ് അവരുടെ വാദം. ആ വാദം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ബിംബാരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾ ജോലി ചെയ്യുന്നത് അവർക്കും നന്നല്ല, ആ ക്ഷേത്രത്തിനും നന്നല്ല. എന്താ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ക്ഷേത്രവിശ്വാസം വേണം.
ആ മിനിമമാണത്. അതെ. ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ക്ഷേത്രവിശ്വാസം വേണം. നിങ്ങൾ എവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ അങ്ങനെയല്ല, അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം കേരളമാണെന്നാണ്. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് ആ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തോട് ഒരു കൂറും കടപ്പാടും വേണ്ട എന്നുള്ളതാണല്ലോ. അതെ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയല്ല. തൊഴിലെടുക്കുന്ന സ്ഥലത്തൂടെ അവനൊരു കൂറും കടപ്പാടും ഒക്കെ ഉണ്ടാകണം. ഇവിടെ അതൊന്നും വേണ്ട എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയാണല്ലോ. കാരണം ഇവിടെ മുതലാളിയെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിപ്ലവത്തിൻ്റെ തലേന്ന് ഇവൻ്റെ തലവെട്ടിക്കളയാലോ എന്ന സന്തോഷത്തോടു കൂടി ഇവനെ സന്തോഷത്തോടും അസൂയോടും കൂടി നോക്കുന്നവനാണ് തൊഴിലാളിയായിട്ട് വരിക. പക്ഷേ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നിങ്ങൾ പള്ളിയിൽ ജോലി ചെയ്യണമെന്ന് നോക്ക്. പള്ളിയിൽ ജോലി നിങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം വേണമല്ലോ. അതെ. പക്ഷേ ഇവർക്ക് മുസൽമാന്മാരായിട്ട് ഇവർക്ക് തുടരണം എന്നുണ്ടെങ്കിൽ ഇവർ ബിംബാരാധനയിലും ബഹുദൈവ വിശ്വാസത്തിലും ഒരിക്കലും അവരുടെ ജീവിതം സമർപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്ന മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലും മൂർത്തിയിലും വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ വിശ്വാസമില്ലാത്തവരെ ഈ ക്ഷേത്രത്തിലൊന്നും വെക്കരുത്. ഇതും കേരളത്തിൽ ബാധകമല്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ സംഘടനകൾക്കുമാണ് ക്ഷേത്ര ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനകളുള്ളത്. അതെ. അവർ ദൈവത്തിലും ഇതിലൊന്നും വിശ്വസിക്കാത്തവരല്ലേ. പക്ഷെ സംഘടന അവരുടെ കയ്യിലാണ്. അതൊരു വലിയ വൈരുദ്ധ്യമാണ്. കാരണം ഈ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത, ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നല്ലോ. ആ വിളക്കിൻ്റെ അപ്പുറത്തിരിക്കുന്നതാണോ കൃഷ്ണൻ എന്ന് പുള്ളി ഗുരുവായൂരപ്പൻ ചെന്നിട്ട് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. കാരണം പുള്ളി അവിടെ കയറിയിട്ടില്ല. അവിടെ കയറിയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കുറവല്ല. തനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ പോകേണ്ടതില്ല. പക്ഷേ ക്ഷേത്ര പരിപാലനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ക്ഷേത്രത്തിലും ആചാരാനുഷ്ഠാനത്തിലും വിശ്വാസമുള്ളവരായിരിക്കണം എന്നുള്ളത് ഒരു മിനിമം ഡിമാൻഡാണ്. ഇവർക്കതില്ല. അതില്ലാത്തത് കൊണ്ട് അവരെ പിരിച്ചുവിടണം എന്നുള്ള കാര്യം പല വട്ടം ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങിയിട്ട് ഇവരത് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇന്നലെ 14-ാം തീയതി അവിടെ വലിയൊരു സമരം നടത്താനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഇവർ നടപടിയെടുത്ത് ഇവരെ പിരിച്ചുവിടേണ്ടി ചെയ്തത്. നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യില്ല, അല്ലെങ്കിൽ അവരവിടെ വെച്ചുകൊണ്ടിരിക്കും. കാരണം എന്തിനാ അവർ പോകേണ്ട? കാരണം മതേതരത്വമല്ലേ. ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത ഒരാൾ ആ ജോലി ചെയ്യുന്നതല്ല മതേതരത്വം. ഇപ്പോൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അയാൾ യഥാർത്ഥത്തിൽ മുസൽമാനാണെങ്കിൽ അയാൾക്ക് ക്ഷേത്രത്തിൽ ജോലി ചെയ്യാൻ കഴിയില്ല. 5 നേരം അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് അല്ല, നിസ്കരിച്ചാൽ മാത്രം പോരല്ലോ. ഒരു മുസൽമാൻ വെറുതെ ഒരാൾക്ക് ആകാൻ പറ്റില്ല. കലിമ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിലെ വിശ്വാസം, മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്നുള്ള വിശ്വാസം, ആ അന്ത്യപ്രവാചകനായ മുഹമ്മദിന് ഗബ്രിയൽ മാലാഖ വഴി ദൈവം അരുളപ്പാടുകൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിശ്വാസം, ആ അരുളപ്പാടുകളെ ക്രോഡീകരിച്ചുണ്ടായിരിക്കുന്ന ഖുറാനിലുള്ള വിശ്വാസം, അത് കഴിഞ്ഞിട്ട് അന്ത്യവിധിയിൽ ദൈവം നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള വിശ്വാസം, പിന്നെ 5 നേരം നിസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും വേണം. അപ്പോൾ പരമകാരുണികനും ലോകാലോകങ്ങളുടെ സൃഷ്ടാവും ഏകദൈവവുമായ അല്ലാഹുവിലല്ലാതെ ശനീശ്വരനിൽ വിശ്വസിക്കുന്ന ഒരുത്തന് ആ കാര്യം കൊണ്ട് എന്ത് ചെയ്യണം? മതത്തിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. പക്ഷെ എന്നിട്ടും 140 പേരെ അവിടെ ഈ വിഭാഗത്തിൽ നിന്ന് നിയമിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അക്കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയത്തിൻ്റെ ദുസ്വാധീനം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അമ്പലത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനെ ആ അമ്പലത്തിൽ ഇപ്പോൾ നടക്കുന്ന വെളുപ്പിനെ പൂജയുണ്ട്, നിർമാല്യം തൊഴാൻ വേണ്ടി ആളുകൾ എത്തുന്നു. നിർമാല്യമൊന്നും അങ്ങനെ തൊഴണ്ട, എല്ലാവരും വളരെ പതുക്കെ വന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ രീതിയില്ലേ, അത് വിശ്വസിക്കുന്നവരത് ചെയ്യട്ടെ എന്ന്. ഈ വിശ്വാസമില്ലാത്തവനെ കൊണ്ട് കൂടി അത് ചെയ്യിപ്പിച്ചാലേ മതേതരത്വം പുലരൂ എന്നാണെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട് മതേതരത്വം പുലരേണ്ടതില്ല എന്ന് ആളുകൾ പറയില്ലേ? ഇനി ഇത് ഉടനെ തന്നെ എന്നാൽ മുസ്ലിം പള്ളിയിൽ മുസ്ലിം മതത്തിലും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസമില്ലാത്തവർ ഒരു കാരണവശാലും മുസ്ലിം പള്ളി ഭരണത്തിൽ ചെന്നിരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ക്രിസ്ത്യൻ പള്ളികളിൽ കൈക്കാരനാകുന്നവൻ ചുരുങ്ങിയ പക്ഷം കർത്താവിലെങ്കിലും വിശ്വസിച്ചിരിക്കണം. അതെ, അതിൽ കർത്താവിലും വിശ്വാസമില്ല, പള്ളിയുടെ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസമില്ലാത്ത ഒരുത്തൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന തൃത്വത്തിൽ വിശ്വാസമില്ലാത്ത ഒരുത്തൻ പള്ളിയുടെ കൈക്കാരനായി കഴിഞ്ഞാൽ ആ പള്ളി നശിച്ചു. കാരണം ഇവനും നശിച്ചു പോകും, പള്ളിയും നശിക്കും. വിശ്വാസമില്ലാത്തവൻ വിശ്വാസത്തിൻ്റെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആന്തരികമായ സംഘർഷം ഉണ്ടാകും. ചെയ്യണോ വേണ്ടോ എന്നുള്ളതിൽ അല്ല, ചെയ്തു കഴിഞ്ഞാലും പ്രശ്നം. ഇവൻ അതിനകത്ത് ഇൻവോൾവ് അല്ലല്ലോ. എന്ത് ദൈവം, ഈ പന്നിയെ എപ്പോൾ മാറ്റാൻ പറ്റും എന്നുള്ള രീതിക്കായിരിക്കും അവൻ ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം, കാശ് കിട്ടണ്ടേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മതേതരത്വ സങ്കല്പത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോഴാണ് ആ പ്രദേശത്തുള്ള താരതമ്യേന നിർദോഷികളായ ഹിന്ദുക്കൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞത്. സാധാരണ ഇത് സംഭവിക്കാത്തത് അങ്ങനെ ഒരുമിച്ച് ചേരുക എന്നുള്ളത്. കാരണം അവർക്ക് നിവൃത്തിയില്ല. കാരണം ഇവരവിടെ നിന്നുകൊണ്ട് ഈ ശനീശ്വരനെ ചീത്ത വിളിച്ചു കൊടുങ്ങി. വിശ്വാസമില്ലാത്ത ഒരുത്തൻ, അവൻ്റെ ഒറിജിനൽ വിശ്വാസം ഇസ്ലാമല്ലേ. അതെ. അപ്പോൾ ഇവിടെ വന്നിട്ടൊരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നില്ലേ? അതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സംഘർഷം ഉടലെടുക്കും എന്ന് കണ്ടപ്പോഴാണ് ശനീശ്വര ക്ഷേത്രത്തിൽ നിന്ന് മുസൽമാന്മാരായ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. അങ്ങനെ ക്ഷേത്രങ്ങളിൽ മുസൽമാന്മാരെ കൂടി നിയമിച്ചാൽ മാത്രമേ മതേതരത്വം ഉണ്ടാകൂ എന്ന് ആരെങ്കിലും വാശി പിടിക്കുകയാണെങ്കിൽ ആ മതേതരത്വം വേണ്ട എന്ന് പറയുന്നതായിരിക്കും ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.